കരിവെള്ളൂർ ചേടിക്കുന്നിൽ ദേശീയപാതയോരത്ത് ദേശീയപാതയ്ക്കായി ജലമൂറ്റൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിയുന്നു. പ്രദേശത്ത് ഭൂഗർഭജലം വറ്റിത്തുടങ്ങി. കരിവെള്ളൂർ ചേടിക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനായി 2 വർഷത്തോളം ജലമൂറ്റൽ നടത്തിയതോടെ പാലത്തര കിഴക്ക് കിണറുകളിലെ വെള്ളം വറ്റിത്തുടങ്ങി. ദേശീയപാത നിർമ്മാണം ആരംഭിക്കുന്ന സമയത്താണ് പാലത്തരയിൽ വലിയ കുഴൽക്കിണർ നിർമ്മിച്ചത്. സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വലിയ കുഴൽക്കിണർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ അപ്പോൾ തന്നെ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ വികസനത്തിന്റെ ഭാഗമായതുകൊണ്ട് 2-3 മാസങ്ങൾക്ക് ശേഷം മാറ്റി സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിൽ എതിർപ്പ് കടുപ്പിച്ചില്ല. പക്ഷേ 24 മാസം കഴിഞ്ഞിട്ടും കുഴൽക്കിണർ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ദേശീയപാതയുടെ ദൂരപ്രദേശത്തുള്ള നിർമ്മാണ സ്ഥലത്തേക്ക് പോലും ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ദിവസത്തിൽ 24 മണിക്കൂറും 10,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കർ ലോറിയിൽ തുടർച്ചയായി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഒരു ദിവസം 1,60,000 ലിറ്റർ വെള്ളമാണ് കൊണ്ടുപോകുന്നത്. കൂടാതെ രാത്രികാലങ്ങളിൽ മോട്ടോർ പ്രവർത്തിപ്പിച്ച് വാഹന ഡ്രൈവർമാർ കിടന്നുറങ്ങുന്നതുകൊണ്ട് ടാങ്കർ നിറഞ്ഞു കവിഞ്ഞ് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നുമുണ്ട്. വികസന വിരോധികൾ എന്ന് മുദ്രകുത്താതിരിക്കാനാണ് ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി അതിന് കഴിയില്ല. കിണറുകളിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. ഒരേ സ്ഥലത്തു നിന്ന് 2 വർഷത്തോളം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പ്രദേശവാസിയായ കെ വേണുഗോപാലൻ പറയുന്നു. വികസനത്തിന്റെ ഭാഗമായിട്ട് 2 വർഷത്തോളമായി നമ്മുടെ പാൽത്തര എന്ന പ്രദേശത്ത് വെള്ളം ഇങ്ങനെ അവർ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വികസനമായിരുന്നു പിന്നെ അമ്മായിലും നടപടിയൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ വെള്ളമെല്ലാം നമ്മളെ കിണറിലെല്ലാം വറ്റിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ദിവസം 1 ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് ഇവരിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ദൂരപ്രദേശങ്ങളിലേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ കിണറിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളം കുറഞ്ഞിട്ട് ഇനിയിപ്പം പെട്ടെന്ന് കുടിക്കാൻ വരെ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും ഇത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു കാര്യമായുള്ള നടപടി കഴിഞ്ഞ പ്രാവശ്യം പത്രത്തിൽ റിപ്പോർട്ടിൽ കൊടുത്തതാണ്. അതിനെപ്പറ്റിയൊന്നും കേട്ടില്ല. ഇവര് പിന്നെയും വെള്ളം ഇങ്ങനെ അടിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴൽക്കിണർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ മാസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആരും ഗൗനിക്കുന്നില്ല. കുടിവെള്ളം മുട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ദേശീയപാത അധികൃതർ അടിയന്തരമായി പിന്മാറുന്നില്ലെങ്കിൽ സമരപരിപാടി ആരംഭിക്കുവാനാണ് നാട്ടുകാർ ആലോചിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.